തൃശൂർ കേരളീയം മാസികയുടെ ഓഫീസിൽ പോലീസ് റെയ്ഡ്. ഓഫീസിലുണ്ടായിരുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തു. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. അതേസമയം മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ച യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ഇവരെ പിന്നീട് വിട്ടയച്ചു. റെയ്ഡ് നടത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു 30ഓളം വരുന്ന സായുധ പോലീസ് സംഘം കേരളീയം ഓഫീസിലെത്തിയത്. ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരനായ അജ്ലാൽ, സന്തോഷ് കുമാർ, വിശ്വനാഥൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. റിസോഴ്സ് സെന്ററിലുണ്ടായിരുന്ന പുസ്തകങ്ങളും മറ്റും ചിഹ്നിച്ചിതറിയ നിലയിലാണ്. മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്നാരോപിച്ചായിരുന്നു പോലീസ് നടപടി. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ഇവരെ പിന്നീട് വിട്ടയച്ചു. 17 വർഷത്തോളമായി തൃശൂരിൽ നിന്നിറങ്ങുന്ന പ്രസിദ്ധീകരണമാണ് കേരളീയം. ജനകീയ സമരങ്ങൾ, പാരിസ്ഥിതിക, മനുഷ്യാവകാശ വിഷയങ്ങൾ എന്നിവയിലൂന്നിയാണ് കേരളീയത്തിന്റെ പ്രവർത്തനം. അപ്പോൾ അടിയന്തരാവസ്ഥ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിലൊരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ രാത്രി 1 മണിക്ക് 35ഓളം വരുന്ന സായുധ പോലീസ് റെയ്ഡ് ചെയ്യുകയും ആ മാധ്യമ സ്ഥാപനത്തിൽ കിടന്നുറങ്ങിയിരുന്ന കേരളീയത്തിന്റെ പ്രവർത്തകരെയും കേരളീയത്തിന്റെ ജീവനക്കാരെയും സുഹൃത്തുക്കളെയും പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. അതേസമയം പത്രാധിപരെ അറിയിച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. പോലീസ് കിട്ടുന്ന ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് തുടരും. അത്തരം പ്രവർത്തനങ്ങൾ തുടരും. അതിപ്പോ എല്ലാവരും അറിയിച്ചുകൊണ്ട് റെയ്ഡ് നടത്താൻ പറ്റത്തില്ലല്ലോ. അന്യായമായ പോലീസ് നടപടിയാണ് കേരളീയത്തിന് നേരെയുണ്ടായെന്നാരോപിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് തൃശൂരിൽ പ്രതിഷേധ യോഗം ചേരുന്നുണ്ട്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.